ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ബിഗ് ബില്യൺ ഡേ സെയിൽ നടക്കുകയാണല്ലേ. ഞാൻ എൻ്റെ കിച്ചണിൽ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണോ എന്ന് നോക്കുക. ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, കയറി നോക്കട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 3 കുക്കർ കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തേത് ബോറോസിലിൻ്റെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണേ. ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന, നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ ഇതൊരു ചെറിയ കുക്കറാണ് കേട്ടോ, 2 ലിറ്ററിൻ്റെ. ഇത് പ്രസ്റ്റീജിൻ്റെ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വേവിക്കാനുള്ളപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കറിയായിട്ടൊക്കെ വെക്കാനുള്ളപ്പോഴൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. അടുത്തത് PGൻ്റെ ഒരു കുക്കറാണ് കേട്ടോ. ഇത് 3 ലിറ്ററിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 5 ലിറ്ററിൻ്റെ അവൈലബിൾ ആണ്. ഇതൊരു മൾട്ടിപർപ്പസ് കുക്കറാണ്, നമുക്ക് കുക്കറായിട്ട് യൂസ് ചെയ്യാം. 5 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ ഇതിന്. ഇതുപോലെ ഒരു ഗ്ലാസ് ലിഡ് വരുന്നുണ്ട്, നമുക്ക് കടായി ആയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്ട്രെയിനർ ലിഡ്, ഇതുപോലെ ഒരു സ്ട്രെയിനർ ലിഡ് ഉണ്ട്. കുക്കറിൽ ചോറൊക്കെ വെക്കുന്നവർക്ക് ചോറ് വാർക്കാൻ നല്ല യൂസ്ഫുള്ളായിരിക്കും. അതല്ല എന്തെങ്കിലുമൊക്കെ വേവിച്ചിട്ട് നമുക്കതിൻ്റെ വെള്ളം ഊറ്റി കളയണമെങ്കിലും ഇതുപോലെ സ്ട്രെയിനർ ലിഡ് യൂസ് ചെയ്യാം. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഏതാണ്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ കേട്ടോ. 2.6 ലിറ്ററിൻ്റെ ഒരു ഫ്രൈയിങ് പാനാണ്. പ്രസ്റ്റീജ് പ്ലാറ്റിനയുടെ ഒരു ഫ്രൈയിങ് പാനാണ്. നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതും 5 ഇയർ വാറണ്ടിയോട് കൂടിയാണ് കേട്ടോ വരുന്നത്. അടുത്തത് ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. പയർ, പരിപ്പ് എല്ലാം നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന 1 കിലോ കൊള്ളുന്ന കണ്ടെയ്നർ സെറ്റാണ്. ഞാൻ 8 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഇത് 12 എണ്ണത്തിൻ്റെയും 4 എണ്ണത്തിൻ്റെയും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1/2 കിലോ കൊള്ളുന്ന പോലെ ചെറിയ കണ്ടെയ്നറും ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടപ്പ്. ഇതുപോലൊരു വാഷർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കാനും പറ്റും കേട്ടോ. അടുത്തത് ഒരു പൊട്ടറ്റോ സ്ലൈസർ കാണിച്ചു തരാം. നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അത് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനാണല്ലേ. ഇതുപോലൊരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് പൊട്ടറ്റോ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞ പൊട്ടറ്റോ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സെപ്പറേറ്റ് പാർട്ട് ഉണ്ട്, ഇതുകൊണ്ട് അടച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്കെല്ലാം ഒരേ വലുപ്പത്തിൽ കട്ടായി കിട്ടും. ഇത് കണ്ടോ, എല്ലാം നമുക്ക് ഏതാണ്ട് ഒരേ വലുപ്പത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപർപ്പസ് കടായിയാണ് കേട്ടോ. എൻ്റെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. ഇഡ്ഡലിത്തട്ടായിട്ടും സാധനങ്ങൾ ആവി കയറ്റാനും ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിത് കടായി ആയിട്ടും യൂസ് ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ ഇതിനകത്ത് 5 പ്ലേറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് മിനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പാകത്തിനുള്ള 2 പ്ലേറ്റ് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെ 7 പ്ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. അടുത്തത് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ ബാക്കി വരുന്നത് എടുത്തു വെക്കാൻ പറ്റുന്ന കണ്ടെയ്നർ ബോക്സാണ് കേട്ടോ. ഒന്ന് ഏതാണ്ട് 1 കിലോയോളം കൊള്ളുന്നൊരു ബോക്സാണ്. അടുത്തത് ഏതാണ്ട് ഒരു 1/2 കിലോയോളം കപ്പാസിറ്റി ഉള്ളതാണ്. ഫ്രിഡ്ജിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിലിക്കൻ്റെ ഒരു ലിഡാണ് കേട്ടോ ഇത്. ഡിഫറൻറ്റ് സൈസിൽ 6 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ അടപ്പില്ലാത്ത പാത്രങ്ങളില്ലേ, ബാക്കി വന്ന കറികളൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് ഇതുപോലെ നമുക്ക് അടച്ചെടുത്ത് വെക്കാം. അതുപോലെ കുറച്ച് പാലൊക്കെ ആയിട്ട് ബാക്കി വരുമ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത്. അതൊക്കെ ഇതുപോലെ നല്ല സുഖമായിട്ട് നമുക്ക് അടച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തേങ്ങ ചിരകിയത്, തേങ്ങ പൊട്ടിച്ചതിൻ്റെ ബാക്കിയൊക്കെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുത്ത് വെക്കാം. അടുത്ത പ്രോഡക്റ്റ് ഒരു ഓയിൽ സ്ട്രെയിനർ പോട്ടാണ് കേട്ടോ. വറുത്തിട്ട് ബാക്കി വരുന്ന എണ്ണ 1-2 തവണ കൂടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അത് പക്ഷെ നല്ല നീറ്റായിട്ട് അരിച്ചെടുത്ത് ഇതുപോലെ എടുത്ത് സൂക്ഷിച്ചിട്ട് മാത്രം. ഹൈ ടെമ്പറേച്ചറിലിട്ട് വറുത്ത് വല്ലാതെ പുകഞ്ഞു പോയ എണ്ണയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും രണ്ടാമത് ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന എണ്ണ നല്ല വൃത്തിയായിട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ ഒരു അരിപ്പ കണ്ടോ, ചെറിയ ഹോൾസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എണ്ണയിലുള്ള ചെറിയ ചെറിയ പൊരികൾ വരെ നമുക്ക് അരിച്ചെടുത്ത് മാറ്റാം. ഇതുപോലെ പിടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂട് എണ്ണയാണെങ്കിലും നല്ല സേഫായിട്ട് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു അടപ്പുണ്ട്. അപ്പോൾ അരിച്ചതിന് ശേഷം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് അടച്ചും വെക്കാം. പ്രോഡക്റ്റ് ലിങ്ക് വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ.